ചാലക്കുടി മലക്കപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീ മരിച്ചു. തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് സമീപം ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. 75 വയസ്സുള്ള മേരിക്കാണ് ഈ ദാരുണാന്ത്യം സംഭവിച്ചത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും തത്സമയം ചേരുന്നു. സൂരജ്, വല്ലാത്ത സങ്കടകരമായ സാഹചര്യമാണല്ലോ, പറയൂ. എസ്കെൻ, തീർച്ചയായും ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ വരുന്നത്. മലക്കപ്പാറയിലാണ് കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ മലക്കപ്പാറ സ്വദേശിയായിട്ടുള്ള മേരി ഈ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 75 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി ഇവരുടെ വീടിന് സമീപത്തേക്ക് ഈ കാട്ടാന എത്തുകയും ഈ വീടിന്റെ പുറകുവശത്തെ ചുമരിൽ വന്ന് കാട്ടാന ഇടിക്കുകയുമായിരുന്നു. സ്വാഭാവികമായി ചുമര് പൊളിച്ച് കാട്ടാന വീടിനകത്തേക്ക് കയറാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇവർ വീടിന് പുറത്തേക്ക് മേരിയും മകളും ഇറങ്ങി ഓടുകയായിരുന്നു. അതിനിടയിലാണ് കാട്ടാന ഈ മേരിയെ പിന്തുടർന്നെത്തുകയും പിന്നീട് ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇവരുടെ വീടിരിക്കുന്നത് ഈ തമിഴ്നാട് ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് തമിഴ്നാട്ടിൽ തന്നെയാണ്. പക്ഷേ ഈ മേരിയും മകളും എല്ലാവരും മലയാളികളാണ്. മേരിയുടെ കുടുംബാംഗം ഈ നമ്മുടെ മലക്കപ്പാറ കേരള പോലീസിന്റെ ചെക്ക് പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നത്. മലയാളിയാണ് മേരി, കൊല്ലപ്പെട്ടിരിക്കുന്ന മേരി. പക്ഷേ ഇവർ താമസിക്കുന്നത് തമിഴ്നാട് അതിർത്തിയിലാണ്, അതായത് കേരള തമിഴ്നാട് അതിർത്തിയിലാണ്. ഈ തമിഴ്നാട് ചെക്ക് പോസ്റ്റിനോട് ചേർന്നാണ് ഇവരുടെ വീടുണ്ടായിരുന്നത്. പലപ്പോഴും ഈ മേഖല എന്ന് പറയുന്നത് വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. മലക്കപ്പാറയോട് ചേർന്ന് ഈ മുഡീസി എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അവിടെ എല്ലാം തന്നെ തുടർച്ചയായി ഇത്തരം വന്യജീവി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ഇവരുടെ വീടിന് സമീപത്തേക്ക് 1 മണിയോടുകൂടി ഈ കാട്ടാന എത്തുന്നതും വീടിന്റെ ചുമർ അത് തകർക്കാൻ വേണ്ടി കാട്ടാന ശ്രമിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ട് ചുമര് മറിഞ്ഞു വീഴുന്നതിനടക്കം സാധ്യതയുണ്ട്. വലിയ ആശങ്ക ഉണ്ടായിരുന്നു എന്നാണ് മേരിയുടെ മകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. ഇതോടുകൂടി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ വലിയ ഭയപ്പാടിലേക്ക് പോയി. കാട്ടാന വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു തരത്തിലും ജീവൻ രക്ഷിക്കാൻ കഴിയില്ല എന്ന ഭയപ്പാടിലാണ് വീടിന് പുറത്തേക്ക് മേരിയും മേരിയുടെ മകളും ഇറങ്ങി ഓടുന്നത്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിയെങ്കിൽ പോലും അത് ഒരു രക്ഷപ്പെടലിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. പിന്തുടർന്നെത്തിയ കാട്ടാന മേരിയെ ആക്രമിക്കുകയായിരുന്നു. തുമ്പിക്കൈയിൽ ചുഴറ്റി മേരി എറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. പിന്നീട് ഈ നാട്ടുകാരെല്ലാവരും കൂടി മേരിയെ തൊട്ടടുത്ത് ടാറ്റയുടെ ആശുപത്രിയിലും പിന്നീട് വാൽപ്പാറ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനോടകം തന്നെ മരണം സംഭവിച്ചിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പോലീസും തമിഴ്നാട് പോലീസും വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം മേഖലയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. സ്കെയിൻ, സജി, ഇപ്പോൾ നമ്മുടെ ചില പ്രേക്ഷകർക്ക് ചില സംശയങ്ങൾ പറയുന്നു. ഇത് വാൽപ്പാറയിലാണ് ഈ അപകടം ഉണ്ടായത്, മലക്കപ്പാറയിലല്ല എന്നുകൂടി പ്രേക്ഷകർ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഇത് മലക്കപ്പാറയിലാണോ ഈ സംഭവം? എസ്കെൻ, മലക്കപ്പാറയിലാണ്. അതായത് മലക്കപ്പാറയിൽ കേരള ചെക്ക് പോസ്റ്റിലാണ് അവിടെ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അത് കഴിഞ്ഞ് ഒരു 100-150 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ തമിഴ്നാട് ചെക്ക് പോസ്റ്റിനോട് ചേർന്ന ഭാഗത്താണ്, അത് തമിഴ്നാടിലാണ് ഇവരുടെ സ്ഥലം ഇരിക്കുന്നത്. അതായത് വീടിരിക്കുന്നത് തമിഴ്നാട് അതിർത്തിയിലാണ്. അത് ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമാണുള്ളൂ. ഒരു 50 മീറ്റർ കേരളം തമിഴ്നാട് തമ്മിലുള്ള അതിർത്തി പ്രദേശം, തീർത്തും അതിർത്തി എന്ന് പറയാവുന്ന മേഖലയിലാണ് ഇവരുടെ വീടിരിക്കുന്നത്. പക്ഷേ ഈ മേരി ആകട്ടെ, മേരിയുടെ കുടുംബമാകട്ടെ, അവരെല്ലാവരും മലയാളികളാണ്. മേരിയുടെ കുടുംബാംഗം ജോലി ചെയ്യുന്നത് മകനാണ് എന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മകൻ ഈ മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിലെ കുക്കായി ജോലി ചെയ്യുകയാണ്. അങ്ങനെ ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന മേരി മലയാളിയാണ്. പക്ഷെ അവർ താമസിക്കുന്നത് തമിഴ്നാട് അതിർത്തിയിൽ ഉൾപ്പെട്ട വീട്ടിലാണ്. തമിഴ്നാട് കേരള അതിർത്തി എന്ന് പറയുന്നത് തൊട്ടടുത്ത ഒരു 100-150 മീറ്റർ വ്യത്യാസത്തിലുള്ള ഇടമാണ്. അങ്ങനെ അവരുടെ വീടിന് നേരെയാണ് ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി കാട്ടാനാക്രമണം ഉണ്ടാകുന്നത്. മലക്കപ്പാറയിൽ അവരുടെ വീടിന് നേരെ കാട്ടാനാക്രമണം ഉണ്ടാകുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് മേരിയും വീട്ടിലുണ്ടായിരുന്ന മകളും ഇറങ്ങി ഓടുന്നത്. അതിനിടയിലാണ് കാട്ടാന മേരിയെ പിന്തുടർന്നെത്തുന്നതും പിന്നീട് മേരിയെ തുമ്പിക്കൈയിൽ ചുഴറ്റിയെറിഞ്ഞ് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ദാരുണമായ സംഭവമാണ്. ഇന്നലെ അതിനുശേഷം ഈ ആക്രമണത്തിന് ശേഷം മേരിയെ വാൽപ്പാറയിലെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ എത്തിയിരിക്കുന്നു. തുടർ നടപടികൾ അവർ സ്വീകരിച്ചു വരികയാണ്. നേരത്തെയും ഈ മലക്കപ്പാറയിൽ കാട്ടാനാക്രമണവും അതോടൊപ്പം തന്നെ കാട്ടുപോത്താക്രമണവും എല്ലാം തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഒരു ആശയക്കുഴപ്പം പ്രേക്ഷകർക്ക് തോന്നാൻ ഇടയുള്ളത് ഇവരുടെ വീടിരിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ചാണ്. മേരിയും കുടുംബവും മലയാളികളാണ്, കേരളത്തിൽ വോട്ടർ പട്ടികയിലുള്ള ആളുകളാണ്. പക്ഷേ ഇവരുടെ വീടിരിക്കുന്നത് ഈ തമിഴ്നാട് അതിർത്തിയിലാണ്. സ്കെയിൻ, ഓക്കെ സുരേഷ്.